ഒരു സിനിമയ്ക്ക് ലഭിച്ച അവാർഡുകളാണ്. അതിൽ 5 തിരുവനന്തപുരം അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ലഭിച്ചത്. ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും അധികം കയ്യടി നേടിയ സിനിമ, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ സിനിമ മലയാളം സിനിമയാണ്. എന്തുകൊണ്ടാണ് സിനിമ റിലീസ് ചെയ്യാൻ ഇത്രയും വൈകിയത് എന്ന ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ലഭിച്ച അവാർഡുകൾ ഏതൊക്കെയാണ് എന്ന് ഒന്ന് നോക്കാം. IFFK ഫിപ്രസി മികച്ച അന്താരാഷ്ട്ര ചിത്രം, നെറ്റ്പാക്ക് മികച്ച മലയാള ചിത്രം, സ്പെഷ്യൽ ജൂറി അന്താരാഷ്ട്ര ചിത്രം, ഓഡിയൻസ് പോൾ അവാർഡ്, KR മോഹനൻ അവാർഡ്, ഏഷ്യൻ മത്സരത്തിൽ പ്രത്യേക ജൂറി പരാമർശം, ബിഷ്കെക് ഫിലിം ഫെസ്റ്റിവൽ കിർഗിസ്ഥാനിലെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ്, ഫിപ്രസി ഇന്ത്യ 2024 മികച്ച രണ്ടാമത്തെ ചിത്രം, 2024 കേരളത്തിലെ മികച്ച ചിത്രത്തിനും മികച്ച രണ്ടാമത്തെ നായികയ്ക്കുമുള്ള അവാർഡ്, മികച്ച സംവിധായകനും മികച്ച തിരക്കഥയ്ക്കുമുള്ള പത്മരാജൻ അവാർഡ്, മികച്ച ചിത്രത്തിനും മികച്ച രണ്ടാമത്തെ നടനുമുള്ള JC ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡ്, മികച്ച നടിക്കും മികച്ച തിരക്കഥയ്ക്കുമുള്ള പ്രേം നസീർ ഫൗണ്ടേഷൻ അവാർഡ്, മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള സത്യജിത് റായ് ഫിലിം സൊസൈറ്റി അവാർഡ്, ഇന്തോ ജർമ്മൻ ഫിലിം ഫെസ്റ്റിവലിൽ ഔദ്യോഗിക എൻട്രി, മെൽബൺ ഫിലിം ഫെസ്റ്റിവൽ എൻട്രി, ഇങ്ങനെ നിരവധി അവാർഡുകൾ. ഇനിയും ചിലപ്പോൾ വായിച്ചു പോയാൽ ഇനിയും അവാർഡുകൾ ഈ സിനിമയെ തേടിയെത്തിയിട്ടുണ്ടാകും. തിരുവനന്തപുരത്ത് നടന്ന അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയ സിനിമയാണ്, എല്ലാവരും അംഗീകരിച്ച സിനിമ, എല്ലാ നിരൂപകരും ഒരേപോലെ പ്രശംസിച്ച സിനിമ. ആ സിനിമ എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത് തിയേറ്ററിലെത്താൻ? ചിത്രത്തിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് ഫാസിൽ മുഹമ്മദാണ്. സുധീഷ് കറിയയും തമർ KVയും ചേർന്നാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഇത്രയും ഡീറ്റെയിലായി സിനിമയെക്കുറിച്ച് പറയാൻ നമുക്ക് കഴിയും. അതോടൊപ്പം തന്നെ അങ്ങനെ വെറുതെ എഴുതിത്തള്ളാൻ കഴിയുന്ന സിനിമയല്ല. ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന മേൽക്കോയ്മകൾക്ക് എതിരെ ശക്തമായി നിലപാടെടുത്ത സിനിമ. ഒരു കിടക്കയെ ബിംബമായി അവതരിപ്പിച്ച് തനിക്ക് ചുറ്റുമുള്ളവരുടെ കഥ പറയാനാണ് സംവിധായകൻ ശ്രമിച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള മേൽക്കോയ്മകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് സമൂഹത്തിലെ വിവിധ തലത്തിൽ ഉള്ളവർ, പ്രത്യേകിച്ച് സ്ത്രീകൾ. അതിനെയൊക്കെ കളിയാക്കുന്ന എന്നാൽ രൂക്ഷമായ രാഷ്ട്രീയ വിമർശനം ഉൾക്കൊള്ളുന്ന സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. പേര് ഒന്നുകൂടി പറയാം, ഫെമിനിച്ചി ഫാത്തിമ. വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ്. ആ സിനിമ ഇതാ റിലീസാകാൻ പോകുന്നു. ഒക്ടോബർ 10 റിലീസ്. ആരാണ് വിതരണത്തിന് എടുത്തത് എന്നല്ലേ? മറ്റാരുമല്ല, ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാൻ്റെ വിതരണ കമ്പനിയാണ് സിനിമ വിതരണത്തിന് എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും കാലം സിനിമ പുറത്തിറങ്ങാൻ വൈകിയത് എന്ന ചോദ്യം നേരത്തെ ഞാൻ ചോദിച്ചതാണ്. അതിപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ വിതരണക്കാരെ ലഭിക്കാത്തത് കൊണ്ടായിരിക്കാം, വിതരണക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് തന്നെയായിരിക്കാം. അതല്ലെങ്കിൽ നിർമ്മാതാക്കളും സംവിധായകരും അണിയറ പ്രവർത്തകരുമെല്ലാം തീരുമാനിച്ചിട്ടുണ്ടാകണം മെല്ലെ മാത്രമേ റിലീസ് ചെയ്യുന്നുള്ളൂ എന്ന്. വിവിധ സ്ഥലങ്ങളിലെ വിവിധ മേളകളിൽ പ്രദർശിപ്പിച്ചതിന് ശേഷം കേരളത്തിൽ റിലീസ് ചെയ്യാം എന്നാണോ അവർ ധരിച്ചത്? അതുകൊണ്ടാണോ വൈകിയത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷേ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ വലിയ ചർച്ചയായി മാറുകയും വലിയ തോതിൽ പിന്തുണ എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്ന് ലഭിക്കുകയും കാണികൾ തന്നെ അവാർഡ് നൽകുകയും ചെയ്ത സിനിമയാണ്. സ്വാഭാവികമായും ആ ഹൈപ്പിൽ വിതരണത്തിന് വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ കുറച്ചുകൂടി നന്നായി ആളുകൾ അത് കാണുമായിരുന്നു, ചർച്ച ചെയ്യുമായിരുന്നു. ഇപ്പോൾ എല്ലാവരും മെല്ലെ അത് മറന്നുപോയിരുന്നു, ആ സിനിമയെക്കുറിച്ച് തന്നെ മറന്നുപോയിരുന്നു. അപ്പോഴാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. അതും ഒരു തന്ത്രമാണോ എന്ന ചോദ്യമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ദുൽഖർ സൽമാൻ സിനിമ ഏറ്റെടുത്തു, ധൈര്യത്തോടുകൂടി വിതരണം ഏറ്റെടുത്തു എന്നത് ചെറിയ കാര്യമല്ല. ദുൽഖറിന് നല്ലൊരു കയ്യടി നൽകേണ്ടതുണ്ട്. ഈ സിനിമ വിതരണക്കാരെ ലഭിക്കാത്തത് കൊണ്ടാണ് ഇത്രയും കാലം പെട്ടിയിൽ കിടന്നത് എങ്കിൽ ദുൽഖറിനെ അഭിനന്ദിച്ചേ തീരൂ. മലയാള സിനിമയ്ക്ക് വേണ്ടി ദുൽഖർ ചെയ്യുന്ന വലിയ സംഭാവനകളിൽ ഒന്ന് തന്നെയാണ് ഇതും എന്നും വിലയിരുത്തേണ്ടി വരും. കാരണം എല്ലാവരും കാണേണ്ട സിനിമയാണ്. ആ സിനിമ പെട്ടിയിൽ കിടക്കുകയായിരുന്നു. അതിനെ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ ദുൽഖർ സൽമാൻ തന്നെ മുൻകൈ എടുത്തിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് മലയാള സിനിമയ്ക്ക് നൽകാൻ കഴിയുന്ന വലിയ സംഭാവനകളിൽ ഒന്നുകൂടി ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല. ഏതായാലും ഒക്ടോബർ 10 സിനിമ തിയേറ്ററുകളിൽ എത്തുകയാണ്. എല്ലാവരും കാണേണ്ട സിനിമയാണ്. തീർച്ചയായും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണം.
ഫിലിം ഫെസ്റ്റിവലിൽ സിനിമ കാണാത്തവരുണ്ട്, പങ്കെടുത്തിട്ട് പോലും കാണാൻ കഴിയാത്തവരുണ്ട്, നിരവധി പ്രദർശനങ്ങൾ എക്സ്ട്രാ നടത്തിയിട്ടും കാണാൻ പറ്റാത്തവരുണ്ട്. അതിൽ നിരാശ പ്രകടിപ്പിച്ച എത്രയോ പേരെ കണ്ടവനാണ് ഞാൻ. അതുകൊണ്ട് കൂടിയാണ് പറയുന്നത്, തിയേറ്ററുകളിൽ ആ സിനിമ കണ്ടേ തീരൂ, എല്ലാവരും കാണണം. ജെൻസി മുതൽ ഏറ്റവും മുതിർന്ന തലമുറയിൽപ്പെട്ടവർ പോലും കാണേണ്ട സിനിമയാണ് ഫെമിനിസ്റ്റ് ഫാത്തിമ എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ഞാനൊരു സിനിമ നിരൂപകനും ഒന്നുമല്ല, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, സിനിമ എല്ലാവരും കാണണം. എല്ലാവർക്കും കാണാൻ കഴിയുന്ന, എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന സിനിമയാണ് ഫെമിനിസ്റ്റ് ഫാത്തിമ. ഏതായാലും വിതരണത്തിന് ഏറ്റെടുത്ത ദുൽഖർ സൽമാനെ ഒരു അഭിനന്ദനം നൽകാതിരിക്കാൻ കഴിയില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ തരംഗമായി മാറേണ്ട സിനിമ തന്നെയാണ് ഫെമിനിസ്റ്റ് ഫാത്തിമയും. അതിൽ പ്രശസ്തരായ നടന്മാരൊന്നും അഭിനയിക്കുന്നില്ല, പുതുമുഖങ്ങളാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം ചിലപ്പോൾ OTT ഒന്നും ലഭിക്കാതിരുന്നത്. ദുൽഖർ സൽമാനെ ഒന്നുകൂടി അഭിനന്ദിക്കാൻ കാരണമുണ്ട്. OTT ചിലപ്പോൾ ഈ സിനിമയ്ക്ക് വലിയ സ്വീകാര്യത കിട്ടണമെന്നില്ല, ആരും ഏറ്റെടുക്കണമെന്നില്ല. കാരണം സിനിമയിൽ പ്രശസ്തരായ നടന്മാരോ നടിമാരോ ഇല്ല. ആ റിസ്ക് കൂടി ദുൽഖർ സൽമാൻ ഏറ്റെടുക്കുന്നു എന്നത് തീർച്ചയായും അദ്ദേഹത്തിന് അഭിമാനിക്കാം. അതോടൊപ്പം മലയാളികൾ, സിനിമാ പ്രേക്ഷകർ, സിനിമ ആസ്വാദകർ, സിനിമയെ സ്നേഹിക്കുന്നവർ എല്ലാ കാലത്തും ഈ സിനിമ ഏറ്റെടുത്ത് വിതരണത്തിന് എത്തിച്ചതിന് ദുൽഖർ സൽമാൻ എന്ന നടനോട്, നിർമ്മാതാവിനോട്, വിതരണക്കാരനോട് നന്ദിയുള്ളവരായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല.